പിന്നെ ഹോറോസ്കോപ്പിൽ വിശ്വസിക്കുന്ന മണ്ടന്മാരോട്. നിങ്ങൾ ജനിക്കുന്ന സമയത്തുള്ള നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കോൺസ്റ്റലേഷൻ്റെയും പൊസിഷനാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഡെസ്റ്റിനി എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ജ്യോത്സ്യന്മാർ പറയുന്നത് എല്ലാം സത്യമാണെന്ന് നിങ്ങൾ പറയാൻ കാരണം സൈക്കോളജിയാണ്. ആസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ജ്യോത്സ്യന്മാർ പറയുന്ന കാര്യത്തിൽ തീരെ വ്യക്തത ഉണ്ടാവില്ല. വളരെ വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആകും അവർ പറയേണ്ടാവും. ഉദാഹരണത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. നിങ്ങൾ സഹജീവികളെ സ്നേഹിക്കുന്ന ആളാണ്. പ്രകൃതിയെയും ചെടികളെയും മൃഗങ്ങളെയും എല്ലാം ഒരുപോലെ കാണുന്ന ആൾ. ആരാണ് അങ്ങനെ കാണാത്ത ആൾ? കാരണം ഒരു രീതിയിലാണെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാവരും സഹജീവികളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്വയം അവകാശപ്പെടുന്നവരാണ്. എന്താണ് സഹജീവികളോടുള്ള സ്നേഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നായ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതാണോ സഹജീവികളോടുള്ള സ്നേഹം? അല്ലെങ്കിൽ ഒരു ചെടിമുറ്റത്തുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണോ പ്രകൃതിയോടുള്ള സ്നേഹം? എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പറയുന്ന കാര്യത്തിൽ തീരെ വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഇത് വളരെ വേഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. ജ്യോത്സ്യന്മാരെ പറയുന്നതെല്ലാം വളരെ വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പണ്ടൊരു ജ്യോത്സ്യൻ എന്നെ കുറിച്ച് പറഞ്ഞതാണ്. ജ്യോത്സ്യന്മാർ പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റാണ്, എല്ലാവർക്കും ഫിറ്റ് ആവുന്ന സ്റ്റേറ്റ്മെന്റ്, എല്ലാവർക്കും ശരിയാണെന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ്. കേൾക്കുന്നത് നമുക്ക് തോന്നും ഇത് നമ്മളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അങ്ങനെ തോന്നാൻ കാരണം എന്താ? ഇറ്റ്സ് കോൾഡ് ബേർണം എഫക്ട്. ഇതുപോലുള്ള ലോജിക്കൽ ആൻഡ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നതിനെയാണ് ബേർണം എഫക്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് സൈക്കോളജി. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫ്രീ സൈസ് അണ്ടർവെയർ കണ്ടിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നതിനാണ് ബേർണം എഫക്ട് എന്ന് പറയുന്നത്. ഈ ബേർണം എഫക്ട് കൊണ്ടാണ് ഹോറോസ്കോപ്പിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത്. ജിയോസെൻട്രിക് മോഡൽ, അഥവാ ഭൂമിയാണ് യൂണിവേഴ്സിന്റെ കേന്ദ്രബിന്ദു, സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഭൂമിയെയാണ് ചുറ്റുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്ന സമയത്തുള്ള ശാസ്ത്രം, ആസ്ട്രോളജി. ഇറ്റ്സ് നോട്ട് എ സയൻസ്, ഇറ്റ്സ് എ സ്യൂഡോ സയൻസ്. പിന്നെ ഹോറോസ്കോപ്പിൽ വിശ്വസിക്കുന്ന മണ്ടന്മാരോട്. 12 സോഡിയാക്സിൻ, 12 ടൈപ്പ് പേഴ്സണാലിറ്റി. ഈ ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. ഈ 8 ബില്യൺ ആൾക്കാർക്കും വേണ്ടിയിട്ട് വെറും 12 പേഴ്സണാലിറ്റീസ് ഉള്ളൂ എന്നാണ് നിങ്ങൾ പറയണത്. വെറും 12 ടൈപ്പ് പേഴ്സണാലിറ്റീസ്. ഹോറോസ്കോപ്പ് അനുസരിച്ച് ഒരേ സമയത്ത് ജനിക്കുന്ന എല്ലാവർക്കും ഒരേ ടൈപ്പ് പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. കാരണം എല്ലാവർക്കും ഒരേ സോഡിയാക് സൈൻ ആയിരിക്കും, ഈവൻ ട്വിൻസ്. പക്ഷെ സത്യം അതല്ല. മെജോറിറ്റി ഓഫ് ദ ട്വിൻസ് ഹാവ് ഡിഫറെന്റ് പേഴ്സണാലിറ്റി. രണ്ടുപേരും 2 ടൈപ്പ് ആൾക്കാരായിരിക്കും, 2 പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ജനിച്ച സമയത്ത് ആകാശത്തുള്ള കോൺസ്റ്റലേഷൻസ് അല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ വളർന്നു വന്ന രീതി, കൾച്ചർ, സ്ഥലം, നിങ്ങൾ അനുഭവിച്ച ട്രോമ, ഇതെല്ലാമാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. വേറെ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും കോൺസ്റ്റലേഷൻസും ജാതകവും അല്ല. സ്റ്റാർസിന് നിന്റെ പേരറിയില്ല, നിന്റെ സ്ട്രഗിൾ അറിയില്ല, നിന്റെ ട്രോമ അറിയില്ല, നിന്റെ ഫ്യൂച്ചർ അറിയില്ല. ആകാശമല്ല നിന്റെ ഡെസ്റ്റിനി ഷേപ്പ് ചെയ്യണത്, അത് നീയാണ്. യുവർ ലൈഫ്. ഓക്കെ, ബൈ.